ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ എഴുത്തുകാരനായിട്ടുള്ള ഫ്രാൻസ് കാഫ്ക, അദ്ദേഹത്തെ പറ്റിയാണ് പറയാനുള്ളത്. അദ്ദേഹം മഹാനായ ഒരു എഴുത്തുകാരനാണ്. പഴയ ഹംഗറി ഓസ്ട്രിയ സാമ്രാജ്യത്തിലെ ആ സാമ്രാജ്യം ചെക്ക് റിപ്പബ്ലിക്കായി മാറുകയും പ്രാഗ് തലസ്ഥാനമാകുകയും ഈ പ്രാഗിലാണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ ശോചനീയമായിരുന്നു. കാരണം അച്ഛനിൽ നിന്നു ബാല്യകാലത്ത് കാഫയ്ക്ക് ഒത്തിരി മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. തൻ്റെ സഹോദരങ്ങൾ കാഫയ്ക്ക് 7 വയസ്സായപ്പോൾ മൂത്ത സഹോദരൻ 15 മാസത്തിലും രണ്ടാമത്തെ സഹോദരൻ 6 മാസത്തിലും മരിക്കുകയാണ്. പിന്നെ 2 സഹോദരിമാരായിരുന്നു. അവർക്ക് കാഫയ്ക്ക് 7 വയസ്സുള്ളപ്പോഴാണ് അനിയത്തിമാർ ജനിക്കുന്നത്. അപ്പോൾ തികച്ചും കളിച്ചങ്ങാതിമാരായിട്ട് അവരെ കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ അദ്ദേഹം അച്ഛനുള്ള കത്തുകൾ എന്നുള്ള ഒരു കഥ അദ്ദേഹം രചിക്കുകയാണ്. ആ കഥയിൽ അച്ഛനെതിരെയുള്ള പരാമർശങ്ങൾ അതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രചനാ രീതി എന്ന് പറയുന്നത് നിരർത്ഥകമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ സർറിയൽ അതിയാഥാർത്ഥ്യം അടങ്ങുന്നതും സാധാരണത്വമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ മരപ്പണിക്കാരൻ്റെ കഥയാണ്. മരപ്പണിക്കാരൻ ഒരു ശവപ്പെട്ടി പണിയുകയാണ്. ശവപ്പെട്ടി പണിത് അത് കുഴി വെട്ടുന്ന ആളെ ഏൽപ്പിക്കാൻ വേണ്ടി റോഡരികിൽ വരുമ്പോൾ, വാഹനം വിളിക്കാൻ വരുമ്പോൾ കുറേ ആളുകൾ വന്ന് കൂടുകയാണ്, സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ, മരപ്പണിക്കാരൻ്റെ അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിന് സഹായി അവിടെ വന്നു. പണിശാലയിൽ നിന്ന് സഹായി വന്നു. പണിശാലയുടെ മുകളിലെ ഒരു റൂമിൽ മരപ്പണിക്കാരൻ്റെ ഭാര്യയുണ്ട്. ഒരു കുഞ്ഞുമുണ്ട്. ആ ഭാര്യ കുഞ്ഞിനുമായിട്ട് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ ശവപ്പെട്ടിയുടെ മുകൾ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ആരും ഇടിക്കുന്ന ശബ്ദം കേട്ടു. ഇത് കേട്ടപ്പോൾ കൂടെ മരപ്പണിക്കാരോട് സംസാരിക്കുന്ന ആളുകളെല്ലാം ഓടിപ്പോയി. സഹായി എന്ത് ചെയ്തു? പെട്ടെന്ന് ചാടി, എന്തോ ഒരു ഉൾവിളി പോലെ ചാടി ഈ ശവപ്പെട്ടിയുടെ പുറത്ത് കയറി 2 കാലം കവച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഈ പട്ടിക തെറിച്ച് മുകളിലേക്ക് പോവുകയാണ്. ഇയാളും സഹായം തെറിച്ചു പോവുകയാണ്. ഇത് കണ്ട് ഭാര്യ കുഞ്ഞുമായിട്ട് ഓടി വരികയാണ്. ഓടി വന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ കഥ അവിടെ അവസാനിക്കുകയാണ്. കാരണം വായനക്കാരുടെ, അനുവാചകരുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കഥ പൂർണ്ണമാവുന്നില്ല. അപ്പോൾ കാഫ്കയുടെ മഹാനായ എഴുത്തുകാരനായ കാഫ്കയുടെ രചനകൾ അതിൽ അപൂർണത ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് കാഫ്കയെ പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.